ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ISLൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാനും ചെന്നൈയിൻ FC-യും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഈ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് ഇപ്പോൾ കലാശിച്ചിട്ടുള്ളത്. മോഹൻ ബഗാനെ ഗോളടിക്കാതെ പിടിച്ചുകെട്ടാൻ ചെന്നൈയിൻ FC-ക്ക് സാധിച്ചു എന്നുള്ളത് പറയേണ്ടി വരും. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന പ്രീതം കോട്ടാലിൻ്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. റൈറ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഈ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് ലഭിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കോട്ടാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെന്നൈയിൻ ആരാധകർ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ കാമായിക്കൊണ്ട് അദ്ദേഹം പ്രതിരോധത്തിൽ അടിയുറച്ചു നിന്നു എന്നാണ് ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കോട്ടാലിൻ്റെ ആ ഒരു കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആകെ ടച്ചുകൾ 47 തവണയാണ്. ഓപ്പോസിഷൻ ബോക്സിൽ ഒരു തവണ അദ്ദേഹം ടച്ച് ചെയ്തു. അതുപോലെ തന്നെ ഫൈനൽ തേർഡിലേക്ക് 6 പാസുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അറ്റാക്കിങ്ങിലും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ 3 ക്ലിയറൻസുകൾ, 2 ഹെഡഡ് ക്ലിയറൻസുകൾ, ഇൻ്റർസെപ്ഷനുകൾ 2 തവണ, റിക്കവറീസ് 5 തവണ എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ വരുന്നത്. മികച്ച ഒരു അരങ്ങേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മോഹൻ ബഗാനെ പോലെയുള്ള ഒരു ടീമിനെതിരെ ക്ലീൻ ഷീറ്റ് നേടി എന്ന് പറയുമ്പോൾ 5 മത്സരങ്ങൾക്കിടയിലുള്ള ആദ്യത്തെ ക്ലീൻ ഷീറ്റാണ് ഇപ്പോൾ ചെന്നൈയിൻ സ്വന്തമാക്കുന്നത്. അതിൽ വലിയ പങ്ക് വഹിച്ചത് പ്രീതം കോട്ടാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അരങ്ങേറ്റ മത്സരത്തിലെ പ്രകടനം ചെന്നൈക്ക് ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.